ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ട്രഡീഷണൽ കണ്ണൂർ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ നെയ്പത്തിരി ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ നെയ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത ചിക്കനാണ് ആദ്യമായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ 200 ഗ്രാം അളവിൽ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കട്ടാക്കിയിട്ട്. അപ്പോൾ വേവിച്ചതിന് ശേഷം ഞാൻ കൈകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നോർമൽ ഉപ്പും മഞ്ഞളും മുളകും മാത്രം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 വലിയ സവാള, ചെറുതാണെങ്കിൽ ഒരു 3 വരെ എടുത്തായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ചേർത്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഏകദേശം ഒരു 3 പച്ചമുളക്, അത് എരിവ് നോക്കിയിട്ട് നിങ്ങൾ മാറ്റം വരുത്തായിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, രണ്ടും കൂടി 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളൂ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ സവാള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരല്പം ഉപ്പ്, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഇട്ടതാണ്, ഒന്ന് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഭയങ്കര സിമ്പിളല്ലേ, ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് നെയ്പത്തിരിൻ്റെ മാവ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 1/3 കപ്പ് അളവിൽ പച്ചരി ഒരു ഏകദേശം 2 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചരിയാണ്, ഞാനിതിപ്പോൾ അരിപ്പൊടി വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് പച്ചരി എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോർമൽ പുഴുങ്ങലരി അരച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊക്കെ ഒരുപാട് ടൈമല്ലേ, ഇപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് അല്ലേ ഇഷ്ടം അല്ലേ. അപ്പോൾ ഇതാ പച്ചരി നല്ലപോലെ കുതിർന്നതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഏകദേശം ഒരു 6 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ പകുതിയോളം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 1.5 ടീസ്പൂണോളം വലിയ ജീരകയില്ലേ, ഫെന്നൽ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അത്യാവശ്യം ചേർക്കണം, നമ്മൾ അരിപ്പൊടിയൊക്കെ കുഴിച്ചിട്ട് മിക്സ് ആക്കുന്നതാണ്. പിന്നെ ചെറിയ സൈസ് വെളുത്തുള്ളി അല്ലി ആയതുകൊണ്ട് ഏകദേശം ഒരു 4-5 എണ്ണോളം എടുത്തിട്ടുണ്ട്. ഭയങ്കര കുഞ്ഞു സൈസാണ് കേട്ടോ. നല്ല വലുപ്പമുള്ളതാണെങ്കിൽ വെറും 2 അല്ലിയൊക്കെ മാത്രം മതിയാകും. പിന്നെ ഇതിലേക്ക് ഒരു 1/3 കപ്പ് അളവിൽ പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ഒതുക്കിയെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കാൻ. അറിയാമല്ലോ എല്ലാവർക്കും നെയ്പത്തിരിക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ബൗളിലേക്ക് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഒരു 1.25 കപ്പോളം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സ്പൂണിലൊക്കെ കണ്ടില്ല ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ആമീസിൻ്റെ നമ്മുടെ ഒറോട്ടി പത്തിരിപ്പൊടിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്, പച്ചവെള്ളത്തിൽ കുഴക്കുന്നത്. അപ്പോൾ 1 കപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ടോട്ടൽ പറഞ്ഞുതരാം എത്രയായി എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പച്ചവെള്ളത്തിൽ കുഴക്കുന്ന ഏത് അരിപ്പൊടി എടുക്കുക കേട്ടോ. പുട്ടുപൊടി ഒഴികെയുള്ള ഏത് അരിപ്പൊടിയും നമുക്ക് ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ പത്തിരി ചെയ്തെടുക്കുന്ന പോലെ ചൂടുവെള്ളത്തിൽ വാട്ടിയെടുക്കേണ്ടി വരും കേട്ടോ. അത് കുറച്ച് മെനക്കുള്ള പണിയാണല്ലോ. ഇതാകുമ്പോൾ ഭയങ്കര സിമ്പിളായല്ലോ അല്ലേ. അപ്പോൾ ഇതാ കുറച്ചൊരു 1/4 കപ്പും കൂടി ഞാൻ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പത്തിരിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യായിട്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാവും മസാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിൽ നന്നായിട്ട് എണ്ണ തടവിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള എത്ര കട്ടിയുള്ള പത്തിരി വേണം അതിനനുസരിച്ചുള്ള ബോളാക്കി ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കുക. അതിനുശേഷം എത്രത്തോളം ഫില്ലിങ് വേണം 1-2 സ്പൂണായിട്ട് ഇതുപോലെ ചെറിയ സ്പൂണായിട്ട് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതിൽ കൊള്ളുന്നതിനനുസരിച്ചിട്ട്.
എന്നിട്ട് നോർമൽ നമ്മൾ സാധാരണ നമ്മൾ ഉന്നക്കായി ചെയ്യുന്നില്ല അതേപോലത്തെ ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ നെയ്പത്തിരിയുടെ ഷേപ്പായിട്ട് വട്ടത്തിൽ ചെയ്യുമല്ലോ, അങ്ങനെ വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഉന്നക്കായുടെ ഷേപ്പ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന തന്നെയല്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. കൈയുടെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഒന്നങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി, പെട്ടെന്ന് പരിപാടി കഴിയും. ക്രാക്ക് വരുമോ അങ്ങനെ പൊട്ടിപ്പോവോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഓവർ ടൈറ്റ് ആവാതിരിക്കണേ നമ്മുടെ മാവ്, എന്നാൽ ഓവർ ലൂസാവും ചെയ്യരുത്, അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കട്ടെ, ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഈ ഒരു മാവും ഈ ഒരു മസാലയൊക്കെ കറക്റ്റാണ് കേട്ടോ, ഇത്രയും അധികമാണ്. ഞാനിപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് ചെയ്തത്, കാരണം ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരെണ്ണം കഴിക്കാൻ, ചായക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഫില്ലാകും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർമൽ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്, ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നോർമൽ നെയ്പത്തിരി ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയില്ല, പൊരിച്ച പത്തിരി നെയ്പത്തിരി അതേപോലെ തന്നെ ഫ്രൈ ചെയ്യേണ്ട പരിപാടികളും കേട്ടോ. കാരണം ഉള്ളിൽ ഫില്ലിങ് ഓൾറെഡി കുക്കായതാണ്, പുറത്തെ ആ ഒരു മാവല്ലേ വേവാനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതായത് അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചിക്കൻ നെയ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചിക്കൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ചൂട് ചായക്ക് ഇതൊരെണ്ണം മതിയാവും കഴിക്കാൻ വേണ്ടിയിട്ട്. ഡിന്നറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ, ചൂടോടെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളല്ലേ, ഒരുപാട് അങ്ങനെ മെനക്കെടുള്ള പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇഫ്താർ സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്